ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. പായസമാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ നമ്മൾ ആ പായസം ഉണ്ടാക്കുന്നത് പൊരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ആരും ട്രൈ ചെയ്യാത്തതാണ്. ഞാനത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് റിങ് ചെയ്യാനായിട്ട് നോക്കണേ. ഇനി ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ 2.5 ഗ്ലാസ്സോളം പൊരി എടുത്ത് വെച്ചിട്ടുണ്ട്. 200 ml ഗ്ലാസ്സിലാണ് ഈ പൊരി അളന്നെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അടുത്തായി വേണ്ടത് പാലാണ്. പാൽ ഞാനിവിടെ 1/2 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് റവയാണ്. റവ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര പാനിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഉണ്ടാക്കിയിരിക്കുന്നത് 5 ശർക്കര ഉരുക്കിയിട്ടുള്ള പാനിയാണ്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ അത് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ള നെയ്യുമാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഈ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓൾറെഡി നമ്മൾ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ശർക്കര ഉരുക്കിയിട്ട് അത് അരിച്ച് ഫ്രിഡ്ജിൽ വെക്കും. അതായത് ആവശ്യ സമയത്ത് നമുക്ക് എടുക്കാനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇത് എടുത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചർ ആക്കിയതിന് ശേഷം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പാനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് പൊരി ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര വെച്ചിട്ട് ഉണ്ടാക്കാം. എനിക്ക് ശർക്കര വെച്ചിട്ടുള്ള പായസമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ശർക്കര യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പൊരി ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 5 ഉരുക്കിയിട്ടുള്ള ശർക്കരയുടെ പാനിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പാനി ഈ പൊരിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യണത്. മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ പൊരി നല്ലോണം വലിച്ചെടുത്തിട്ട് ഈ പൊരി നല്ലോണം ചുങ്ങി വരും. അപ്പോൾ പ്ലീസ് എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കൂടെ കമൻറ്റും ലൈക്കും കൂടി ചെയ്യണം. നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ആരും ഇതുവരെ ചെയ്യാത്തൊരു പായസമാണ് ഇത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കും കൂടി വേണം. 3 ഗ്ലാസ്സോ 3.5 ഗ്ലാസ്സോ അവൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം ഇത് ഈ പാനിയിലിട്ട് ഈ നല്ലോണം ചുരുങ്ങി വരുമ്പോൾ ആ അളവ് അങ്ങോട്ട് കുറഞ്ഞു പോവും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ കൂടുതൽ അളവിൽ പൊരി എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇത് ഇപ്പോൾ കണ്ടില്ലേ, ആ ഇട്ട ഇതിലേക്കാളും നല്ലോണം പഞ്ചസാര പാനിയൊക്കെ നല്ലോണം വലിച്ചെടുത്തിട്ട് ആ പൊരിയുടെ സൈസ് അങ്ങോട്ട് കുറഞ്ഞു വന്നു. അത് കാരണം നമ്മളെപ്പോഴും എടുക്കുമ്പോൾ കൂടുതൽ അളവെടുക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ പൊരി ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ ആ അളവ് അങ്ങോട്ട് കുറഞ്ഞു പോകും. ഇനി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ആ നെയ്യ് ഉരുകി വന്നതിന് ശേഷം നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പായസത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്കത് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ശേഷം ഈ നെയ്യിൽ തന്നെയാണ് ഞാൻ റവ എടുത്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു 2 മിനിറ്റ്സ് നമുക്കതൊന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ ഓൾറെഡി ആപ്പിൾ പായസവും അവൽ പായസത്തിൻ്റെയും റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി കാണാനായിട്ട് നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതും കൂടി ഒന്ന് വാച്ച് ചെയ്യണേ. ആപ്പിൾ വെച്ചിട്ടും അവൽ വെച്ചിട്ടും പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആ റോസ്റ്റ് ചെയ്തിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി റിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൂടുതലുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം റവയാണ് എടുത്തിരിക്കുന്നത്. റവ ഇട്ടിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. റവ ഇതിൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പായസത്തിന് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ യൂസ് ചെയ്യണത്. ഇതിപ്പോൾ അധികം കട്ടി വേണ്ട എന്നുള്ളവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വേണ്ട, ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇട്ടാൽ മതി. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. കാരണം അത്യാവശ്യത്തിന് കട്ടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് 1.5 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് റവ. നമുക്കത് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇനി പാലൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇത് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര വെച്ചിട്ടുണ്ടാക്കാം. എനിക്ക് ശർക്കരയാണ് വെച്ചിട്ടുള്ള പായസമാണ് ഇഷ്ടം. അത് കാരണം ഞാൻ ശർക്കര ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് പാല് തിളച്ച് വരെ ഒന്ന് നല്ലോണം വെയിറ്റ് ചെയ്യാം. നമുക്ക് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ച് കുറുതാക്കി എടുക്കാം കേട്ടോ. ഞാനൊരു ചെറുതായിട്ടുള്ള കുറുതായ രീതിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്ര കട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ കുറുതാക്കി എടുക്കാം. ഞാൻ അത്യാവശ്യ രീതിയിൽ കുറുതാക്കി എടുത്തിട്ടുണ്ട്.
തീ ഓഫ് ചെയ്തിട്ട് പാൽ അവിടെ നിന്ന് മാറ്റി വെച്ചു. ഞാൻ ഇത്രയും കട്ടിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു വെള്ളച്ചുവ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ഒരു നുള്ള് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ അടുപ്പത്തു നിന്ന് മാറ്റി ആ ചൂടോടെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കരുത്. ഞാൻ ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് പൊരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ആ അതേ ചൂടോടുകൂടി ശർക്കരയിലേക്ക് നേരിട്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശർക്കരയും പാലാവുമ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പായസം ഒരിക്കലും നമ്മളിപ്പോൾ പാല് വെച്ചിട്ടാണ്, പശുമ്പാൽ വെച്ചിട്ട് ശർക്കര പായസം ഉണ്ടാക്കുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരുമിച്ച് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് പിരിയാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പായസം പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് പാല് തിളപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാനിത് പൊരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസുമാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടൊരു പായസമായിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ പായസം കുടിക്കുമ്പോൾ ആ പൊരിയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് നമുക്ക് കിട്ടും. ശർക്കരയിലൊക്കെ നല്ലോണം ശർക്കരപ്പാനിയൊക്കെ നല്ലോണം വലിച്ചെടുത്ത ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ആ പൊരിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ ഈ റെസിപ്പി. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടണും കൂടി റിങ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.